കുന്തി ദേവി കിണ്ടി കിഴപ്പു കിണ്ടി കുണ്ടിനകത്ത് വീണു. എവിടെ? കുണ്ടിനകത്ത്. നിങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഈ പോങ്ങൻ നിങ്ങൾക്ക് മുന്നിൽ വായ തുറന്ന് ഒന്നും തന്നെ ഇന്ന് പറയില്ല. ബോച്ചയ്ക്ക് ശകലം പോലും ജാമ്യമില്ല എന്ന വിവരമറിഞ്ഞ് അതിനെപ്പറ്റി ചിലതൊക്കെ പറയാനായി ഇവിടേക്ക് പാഞ്ഞു വന്നിരുന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായി വെളിപാടുണ്ടായി. വായ തുറന്ന് എന്തേലും മിണ്ടിയാൽ അഴിയും പിഴയും കിട്ടിയേക്കാം. ആ നിമിഷം വായ പൂട്ടി. പോങ്ങൻ ഇന്നിനി ഒരു വാക്കും ഇവിടെ ഉച്ചരിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ചിന്തകളെയാണ്. ഞാൻ ആലോചിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാനാവും എന്നതിനാൽ പതിവിന് വിരുദ്ധമായി അഭൂതപൂർവമായിട്ടുള്ള സദാചാര ബുദ്ധിയോടെയാവും ഇനിയുള്ള പോങ്ങ ചിന്തകളെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. വാക്കുകളായോ പ്രവൃത്തിയായോ പുറത്തു വരാത്ത കാലത്തോളം ഉള്ളിലുള്ള ചിന്തകളെ മുൻനിർത്തി ഒരു പൗരനെ ശിക്ഷിക്കാൻ നിലവിൽ നിയമമില്ലെന്നാണ് ഈ പോങ്ങൻ മനസ്സിലാക്കുന്നത്. ഒരാളുടെ മുഖത്ത് നോക്കി അയാളെ തെറി വിളിച്ചാൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം തെറി വിളിച്ചവനെതിരെ കേസെടുത്ത് അയാളെ ശിക്ഷിക്കാം. എന്നാൽ വളരെ ശാന്തതയോടെയും സ്നേഹ സാഹോദര്യങ്ങളോടെയും ഒരാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ മനുഷ്യനെ മറ്റൊരാൾ പച്ച തെറി കൊണ്ട് പൊതിഞ്ഞാൽ ആ മറ്റൊരാളെ ഒരു നിലയ്ക്കും ശിക്ഷിക്കാൻ അവകാശമില്ല. കാരണം ആ തെറികൾ ശബ്ദരൂപത്തിൽ പുറത്തു വന്നിട്ടില്ല. തെറിവിളിയന്റെ ഉള്ളിൽ ആ തെറികളെല്ലാം നിശബ്ദരായി ഒതുങ്ങി. നിശബ്ദമായി വിളിക്കപ്പെടുന്ന തെറികളെയും ചിന്തകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന തെറികളെയും ഒന്നും ഭാരതീയ ന്യായ സംഹിത നിലവിൽ അലോസരപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെയാണ് ഏത് തരം കുറ്റകൃത്യങ്ങളുടെ കാര്യവും. ആർത്തിയോടെ പിടിച്ച് നല്ല രസത്തിന് കൊന്നുവിടാനുള്ള കൊതി ഉയർത്തുന്ന പ്രവൃത്തികളുമായി നിരന്തരം നമ്മളെ ഘാതകനാക്കാൻ പ്രലോഭിപ്പിക്കുന്ന ഒരു രസ്യൻ ശത്രു നമുക്കുണ്ടാവുകയും തക്കം കിട്ടുന്ന മുറയ്ക്ക് അവനെ പിടിച്ച് അല്പമൊന്ന് കൊന്നാലോ എന്ന ആലോചന നമ്മളിൽ ഇടയ്ക്കൊക്കെ ഉയരുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത മരണമാല്യം നൽകി നമ്മളെ ആദരിക്കാൻ നിൽക്കില്ല. കൊന്നാലോ എന്ന ആലോചനയല്ല, കൊന്നുവിടുക എന്ന പ്രവൃത്തിയാണ് ഒരുവനെ ശിക്ഷാർഹനാക്കുന്നത്. ആ ബോധ്യമാണ് പോങ്ങന്റെ വായ അടപ്പിച്ച് കളഞ്ഞത്. കാരണം എനിക്കിത് പറയാനുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ അഴിയും പിഴയും തന്ന് അധികാരികൾ എന്നെ അംഗീകരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും പറയുന്നില്ല. പകരം പറയാനുള്ള കാര്യങ്ങൾ ആലോചനയായി എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കോളാം. അനീതിക്കിരപ്പെട്ടു എന്ന വേവലാതിയോടെ ആശ്രയം തേടിയെത്തുന്ന അർഹരായ ആവലാതിക്കാർക്ക് ആവശ്യമായിട്ടുള്ള അളവ് നീതി നിയമാനുസരണം വിതരണം ചെയ്യുന്നതിനായി ഈ മഹാരാജ്യം തുറന്നു പ്രവർത്തിക്കുന്ന ന്യായാധിപശാലകളാണ് നമ്മുടെ നാട്ടിലെ ബഹുമാനപ്പെട്ട കോടതികൾ. സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ പോങ്ങനെ പോലുള്ള സാധാ പൗരന്മാരെ സംബന്ധിച്ച് കോടതി ഒരു ദേവാലയവും ന്യായാധിപന്മാർ കണ്ണുകൊണ്ട് കാണാവുന്ന ദൈവങ്ങളുമാണ്. ദേവാലയവാസികളായ ദൈവങ്ങളെ നിഷേധിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന നാസ്തികർക്ക് പോലും നിയമാലയവാസികളായിട്ടുള്ള ഈ ദൈവങ്ങളെ നിഷേധിക്കാനോ അവിശ്വസിക്കാനോ പറ്റില്ല എന്നല്ല, പറ്റും. പക്ഷെ അങ്ങനെ പറ്റിച്ചാൽ അഴിയും പിഴയുമാവും അനന്തരഫലം. അതുകൊണ്ട് തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തവരും ഈ പ്രപഞ്ചത്തിലുള്ള വിവിധ മതങ്ങളുടെ നിയന്ത്രണത്തിൽ ദേവാലയ തടവുകാരായി പാർക്കുന്ന ദൈവങ്ങളെക്കാൾ കരുത്തരാണ് ന്യായാലയവാസികളായിട്ടുള്ള നമ്മുടെ കൺകണ്ട ദൈവങ്ങൾ. അതൊക്കെ പോങ്ങന് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇരട്ടച്ചങ്കുള്ള മഴുവൻ വിജയനെയും മഴുവൻ എന്നാലോചിച്ചാൽ എൻ്റെ ആലോചന കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം എന്നതുകൊണ്ട് സ്വല്പം വിശദീകരിച്ച് ആലോചിക്കുന്നതാണ് സുരക്ഷിതമായിട്ടുള്ള ബുദ്ധി. അങ്ങനെ വിശദമായി ആലോചിക്കുമ്പോൾ മഴുവൻ എന്ന വാക്കിൽ കിഴങ്ങൻ എന്ന നാട്ടർത്ഥമല്ല പോങ്ങൻ കണ്ടത്. മഴുപ്രയോഗം നടത്തിയവൻ എന്ന അർത്ഥത്തിലാണല്ലോ എൻ്റെ ആലോചന. എൻ്റെ അറിവിൽ മഴുകൊണ്ട് മലയാളക്കരയിൽ പ്രസിദ്ധി കൈവരിച്ചത് രണ്ടുപേരാണ്. ഒന്നാമൻ മഴു എറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും കേരളത്തെ സൃഷ്ടിച്ചുവെന്ന് പുരാണം പറയുന്ന ഒറ്റച്ചങ്കുള്ള പരശുരാമൻ. മഴു വീശി ഘാതകനാവുകയും മുടിച്ചു കട്ടും വടിച്ചു നക്കിയും കേരളത്തെ തിരിച്ച് അറബിക്കടലിൽ മുക്കുകയും ചെയ്തവനെന്ന് ചരിത്രം പറയാൻ പോകുന്ന ഇരട്ടച്ചങ്കുള്ള വിജയനാണ് മഴുകൊണ്ട് പ്രസിദ്ധി കൈവരിച്ച രണ്ടാമൻ. അങ്ങനെയുള്ള കൊടും ഘോരനായ ദ്യുമാറ വിജയരാജ തിരുമനസിനെയും തീവ്ര സമാധാനവാദികളായിട്ടുള്ള കൈകാലുവെട്ടി സുടുക്കളെയുമൊക്കെ നിർഭയം നാവാടുന്ന ഈ പോങ്ങൻ പക്ഷേ സാധാരണക്കാരുടെ കൺകണ്ട ദൈവങ്ങളുടെ മുന്നിൽ വായ പൊത്തുന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. തീർത്തും സംശുദ്ധമായ ഭയം. തങ്ങളുടെ വിശ്വാസികളായ ഉപഭോക്താക്കളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മതവ്യവസായികൾ അവതരിപ്പിച്ച അതിശക്തമായ പ്രശ്ന പരിഹാരോൽപ്പന്നമായ ദൈവത്തെക്കാൾ കരുത്തുറ്റവരാണ് ന്യായാലയവാസികളായ കൺകണ്ട ദൈവങ്ങളെന്ന തിരിച്ചറിവിൽ നിന്നും ജനിക്കുന്ന
ഭയം. കരുത്ത് കണ്ടമാനം തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് മുന്നിൽ വിധേയത്വ പുരസരം പോങ്ങൻ വായ പൂട്ടുന്നത്. കോടതി അലക്ഷ്യം എന്ന ഉഗ്രശാപത്തെ ഭയപുരസരമുള്ള ബഹുമാനത്തോടെ കണ്ടു പെരുമാറുന്നവർക്ക് വിഘ്നശൂന്യമായ ജീവിതത്തോടെ സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ പറ്റും എന്ന തിരിച്ചറിവ് പോങ്ങനെ നിശബ്ദനാക്കി കളഞ്ഞു. ഉറക്കെ പറയാൻ പറ്റിയില്ലെങ്കിലും ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ചിലതൊക്കെ ചിന്തിക്കുന്നതിൽ തെറ്റുകുറ്റങ്ങളില്ലല്ലോ. കോടതി വിധികളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നത് സാമൂഹ്യ ബുദ്ധിയുള്ള ഒരു പൗരന്റെ കടമയാണ്. പോങ്ങനും അത്തരമൊരു പൗരനാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ചില വിധികളിലൂടെ നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള ന്യായാധിപന്മാർ പോങ്ങനെ നിസാരമല്ലാത്ത നിലയിൽ വിസ്മയിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ഈ സമൂഹത്തോട് തന്നെ സഹതാപം തോന്നുന്ന തരം അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന തരം വിധികൾ പോലും ചില ന്യായാധിപർ പോങ്ങന് സമ്മാനിച്ചിട്ടുണ്ട്. സാധാരണക്കാരൻ എന്ന നിലയിൽ അതെല്ലാം നിസ്സഹായമായി സഹിച്ചു, ഇനിയും സഹിക്കാൻ തയ്യാറുമാണ്. എന്നാൽ ബോച്ചയ്ക്ക് സമ്മാനിച്ച ജാമ്യ നിഷേധം പോങ്ങനെ അതിശയിപ്പിച്ചു കളഞ്ഞു. മതിയായ നിയമപരിജ്ഞാനം പോങ്ങനില്ല, അത് സത്യമാണ്. എന്നാൽ സ്വന്തം നിലയ്ക്ക് സ്വല്പം നീതിബോധവും ന്യായബുദ്ധിയും പോങ്ങൻ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. അർഹരായ പൗരന്മാർക്ക് വിതരണം ചെയ്യാനായി നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ നിർമ്മിച്ച് ബഹുമാനപ്പെട്ട കോടതികളിൽ എത്തിക്കുന്ന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നീതിബോധവും ന്യായബുദ്ധിയുമല്ല പോങ്ങനിലുള്ളത്. സഹജീവി സ്നേഹത്തിൽ നിന്നും സാമൂഹ്യ ബോധത്തിൽ നിന്നും പൗരബുദ്ധിയിൽ നിന്നും നന്മയിൽ നിന്നും സത്യത്തിൽ നിന്നും കടഞ്ഞെടുത്ത നീതിബോധവും ന്യായബുദ്ധിയുമാണ് പോങ്ങൻ മണ്ടയിൽ സൂക്ഷിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിലാണ് പോങ്ങന്റെ ഈ ആലോചനകൾ. കാര്യം ബോച്ചെ ആവർത്തിച്ച് അശ്ലീല വർത്തമാനം പറയുന്ന ആളാണ്. വരവും വസ്തുവകകളും നോക്കിയാൽ കോടാനുകോടീശ്വരനാണെങ്കിലും വകതിരിവ്, വിവരം മുതലായവ അളന്നാൽ ആൾ പരമദരിദ്രനാണ്. കഴുത്തുപൊക്കി നോക്കിയാൽ ആകാശത്തു വരച്ച ഒരു വര പോലെയല്ലേ സാംസ്കാരിക ദാരിദ്ര്യരേഖയെ നമ്മുടെ ബോച്ചയ്ക്ക് കാണാനൊക്കൂ. ജാമ്യ നിഷേധം കൊണ്ടും ജയിൽവാസദാനം കൊണ്ടും ഒരു പൗരന് വകതിരിവും വിവരവും പെരുമാറ്റ മര്യാദയും സാംസ്കാരിക ബോധവും ഒക്കെ പകർന്നു നൽകാൻ കോടതികൾക്ക് സാധിക്കുമോ? പോങ്ങൻ അക്കാര്യത്തിൽ നല്ല സംശയമുണ്ട്. 2 മനുഷ്യരെ കൊന്നുകളഞ്ഞ പെരിയ കൊലക്കേസ് പ്രതികൾക്ക് കോടതി ഉദാരമായി ജാമ്യം നൽകി. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും കൊലപാതകികൾക്ക് സ്വീകരണവും നൽകി. പോങ്ങനും നീതിദേവതയും സംയുക്തമായി സ്വല്പനേരം കരഞ്ഞു. നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള ന്യായാധിപന്മാർ ഞങ്ങളുടെ കണ്ണുനീർ കണ്ടില്ലെങ്കിലും പാർട്ടി നേതാക്കളും പ്രവർത്തകരും കൊലപാതകികളെ ആഘോഷിച്ച് ആനന്ദ കണ്ണീരൊഴുക്കിയത് കണ്ടിരിക്കുമോ? അവരുടെ ആനന്ദ കണ്ണീരെങ്കിലും കണ്ടിരിക്കുമോ? ഒരുപക്ഷെ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. സ്വന്തം കണ്ണുകളെ മൂടിക്കെട്ടിയ തുണി നീതിദേവത ചീന്തി എറിഞ്ഞപ്പോൾ ഇഹലോകത്തെ ന്യായാധിപന്മാരും നിയമപാലകരും നീതി നിർവഹകരും ഭരണാധികാരികളും ആ തുണി കൊണ്ട് അവരുടെ കണ്ണുകൾ കെട്ടിപ്പൂട്ടി വെച്ചു. സകല അനീതികളും മരണം വരെ സഹിക്കാൻ മനസ്സില്ലെങ്കിൽ മനസ്സറിവ് കൂടാതെ മരിക്കേണ്ടി വരും. ഇതെന്നോട് പറഞ്ഞു തന്നത് കൊല്ലപ്പെട്ടു പോയ നവീൻ ബാബുവാണ്. ഞാൻ ആ മനുഷ്യന്റെ വാക്കുകളെ മാനിക്കുന്നു. അതുകൊണ്ടാണ് പോങ്ങനിങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വായ പൂട്ടിയിരിക്കുന്നത്. ബോച്ചയെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ പോങ്ങനിട്ട് തോന്നലുണ്ടായി. മനോരോഗികളെയും വെളിവ് കെട്ടവരെയും കിടത്തി ചികിത്സിക്കേണ്ട ആതുരാലയമല്ല ജയിലുകൾ എന്ന കാര്യമെങ്കിലും ബഹുമാനപ്പെട്ട നമ്മുടെ ന്യായാധിപന്മാർ ഓർക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കുമെന്ന ചിന്ത തീർച്ചയായിട്ടും പോങ്ങനുണ്ട്. സത്യത്തിൽ ഇതൊക്കെ ഉറക്കെ ഈ ലോകത്തോട് വിളിച്ചു കൂവണമെന്നും പോങ്ങനുണ്ട്. പക്ഷേ നമ്മുടെ നാട് അത്രത്തോളം പരിഷ്കൃത ബുദ്ധമായിട്ടില്ല. മാത്രവുമല്ല, പോങ്ങന് കടുത്ത കോടതി അലക്ഷ്യോഫോബിയയുമുണ്ട്. അതുകൊണ്ട് വായ തുറന്നാൽ മനസ്സറിവില്ലാതെ പെടുത്തുപോകും. പോങ്ങനൊരു ഭയരോഗിയാണ്. ഭയരോഗം ജയിൽവാസം കൊണ്ട് മാറുന്നതല്ലെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. പക്ഷെ ബഹുമാനപ്പെട്ട നമ്മുടെ ന്യായാധിപന്മാർക്ക് അതറിയില്ല എങ്കിൽ ഞാൻ ജയിലിൽ കിടന്ന് സുഖിക്കും. അന്നവും മരുന്നും മുട്ടി അമ്മ അവശതയിലുമാകും. അതുകൊണ്ട് ഞാൻ നാവനക്കുന്നില്ല. നവീൻ ബാബുവിനെ കൊന്നുവിട്ടവർ സ്വാഭാവിക ജീവിതം നയിക്കുന്ന നാട്ടിൽ, കൊലപാതകികളെ ആദരിച്ച് ആഘോഷിക്കുന്ന ഭരണകക്ഷികളുള്ള നാട്ടിൽ, സഹജമായ വിവരദോഷത്തിന്റെ അനുഗ്രഹം കൊണ്ട് വായ നിറയെ അശ്ലീലം പറഞ്ഞു പോകുന്ന ഒരു കോടീശ്വര കോമാളിക്ക് ജാമ്യം നിഷേധിച്ച് ജയിൽവാസ ദാനം നൽകുന്നത് ആസ്വാദ്യകരമായ ഒരു സംഗതിയായി പോങ്ങന് കാണാൻ കഴിയുന്നില്ല. എന്നു മാത്രവുമല്ല, പേരിൽ മധുരഗന്ധം കൊണ്ട് നടക്കുന്ന സമൂലം ആരാധ്യയായ ആ നടി സർക്കാരിനെയും സർക്കാർ നിയന്ത്രിത നീതി നിർവഹണ സംവിധാനത്തെയും അമിതമായി പ്രശംസിക്കുന്നതും അരോചകമായി തോന്നുന്നു. അങ്ങനെയാണ് പോങ്ങൻ ആലോചിക്കുന്നത്. ഇതിലെന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? ആ മധുരഗന്ധി ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയതായി പോങ്ങൻ അറിയാതെ തോന്നിപ്പോകുന്നു. ആത്മാർത്ഥതയേക്കാൾ ആ പ്രശംസയിലുള്ളത് ഒന്നാന്തരമൊരു അടവ് നയം മാത്രമല്ലേ എന്നും പോങ്ങൻ സംശയിക്കുന്നുണ്ട്. അടിമക്കമ്മികളെ സ്വന്തം പിന്നാമ്പുറത്തണലിൽ അണിനിരത്താനുള്ള തന്ത്രമല്ലേ എന്നുള്ള സംശയവും പോങ്ങനില്ലാതെയില്ല. ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉള്ളപ്പോഴും നിസ്സംശയം പോങ്ങന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്.
ഈ ഒരു കാര്യത്തിന് തരപ്പെട്ട ജാമ്യ നിഷേധം സത്യത്തിൽ ബോച്ചയ്ക്ക് സമ്മാനിക്കപ്പെട്ട നീതി നിഷേധത്തിന് സമമാണ്. അതാണ് പോങ്ങന്റെ ചിന്ത. വളരെ പരിചയസമ്പന്നനും പ്രഗത്ഭനും നിയമപണ്ഡിതനുമൊക്കെയായ രാമൻ പിള്ള വക്കീലും അതുപോലെ നടനും ജനപ്രതിനിധിയുമായ സഖാവ് സുഖേഷിന് ജാമ്യം നേടിക്കൊടുത്ത ജിയോ പോൾ വക്കീലും ഒക്കെ ശ്രമിച്ചിട്ടും ആ പാവം പണക്കാരന് സ്വല്പം പോലും ജാമ്യം കിട്ടിയില്ല എന്നത് പോങ്ങന് നൽകുന്നത് അതിശയമാണ്. വിവരദോഷം ഇത്രമേൽ വലിയ കുറ്റമാണെങ്കിൽ നമ്മുടെ പല മന്ത്രിമാരെയും ഏകാന്ത തടവിൽ മരണം വരെ പാർപ്പിക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ചിന്തയും ഈ പോങ്ങനിലുണ്ട്. എങ്കിലും പോങ്ങൻ ഈ വിധിയെ ആദരവോടെ അംഗീകരിച്ച് ബഹുമാനപൂർവ്വം സഹിക്കുന്നു. സഹിക്കാൻ ഭയത്തിനും അപ്പുറം മറ്റൊരു കാരണം കൂടി പോങ്ങനുണ്ട്. പണക്കാരനായാലും വെളിവുകെട്ടവനായാലും മന്ത്രിയായാലും കള്ളനായാലും പോലീസായാലും ന്യായാധിപരായാലും ഒക്കെ മനുഷ്യരാണല്ലോ. എല്ലാം മനുഷ്യരാണല്ലോ. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. പദവി ഏതോ ആവട്ടെ, മനുഷ്യനാണേൽ തെറ്റുകൾ പറ്റും. അതുപോലെ കിഴങ്ങു പുഴുങ്ങി തിന്നാൽ പദവി ഭേദം കൂടാതെ നമ്മൾ മനുഷ്യന്മാർ വായുകോപത്തിന് ഇരപ്പെടുകയും കീഴ്ശ്വാസ വിടുതലിൽ ആശ്വാസം അനുഭവിക്കുകയും ചെയ്യും. ചുരുക്കി ആലോചിച്ചാൽ ഇത്രയേ ഉള്ളൂ. വിധിക്കുന്നവരും വിധിക്കപ്പെടുന്നവരുമൊക്കെ മനുഷ്യർ മാത്രമാണ്. തെറ്റുകൾ പറ്റുന്ന മനുഷ്യർ മാത്രം. സഹിക്കാം, ക്ഷമിക്കാം. ബോച്ചയ്ക്ക് വേഗം ജാമ്യം ലഭിക്കട്ടെ. ഇത്രയും വലിയ പണക്കാരനല്ലേ, സ്വന്തമായി സ്വർണ്ണക്കടകളുള്ള കോടീശ്വരനല്ലേ, നാവിന് വകതിരിവിന്റെ ഒരു പൊൻ കടിഞ്ഞാൺ പണിയിച്ചിടാനുള്ള സാംസ്കാരിക ആഡംബരം ബോച്ചെ ഇനിയെങ്കിലും കാണിക്കട്ടെ. നമുക്കെല്ലാം നല്ലതു മാത്രം സംഭവിക്കട്ടെ. അൻവറിനെ കുറിച്ച് ചെയ്ത വീഡിയോ ആരുടെയും കണ്ണിൽ പെടാത്തത് എന്തായിരിക്കുമെന്ന ചിന്തയോടെ ഞാൻ എൻ്റെ ആലോചനകൾക്ക് ഇവിടെ സുല്ലിട്ടുന്നു. കൂറ്റനൊരു ധ്യാനത്തിലേക്ക് പോങ്ങൻ കണ്ണടയ്ക്കുകയാണ്. സമ്പൂർണ്ണ ഇരുൾ, സമ്പൂർണ്ണ നിശബ്ദത, സമ്പൂർണ്ണ സമാധാനം. ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ. I seen me through the process. I don't really want no problems. Niggas ain't got no merit. Niggas ain't got no posture. Round here we keep shit G'd up, kick my feet up out my posse, and deposit, keep it posse. Shout my nigga Johnny, stay 10 down. The way they talk, these niggas lost me. I bet on me I'm never losing. Tell me how I'm finna cut my losses. All I got is my word and that shit serving the truth. I'm off for the goose. She love us to me. I'm liberated, my spirit is free. This sounds so nuanced. Thick sauce like Poupon. From the bay like Cool John. Rich thoughts, I'm bossed up. When it fit my plate, I know they nauseous.